ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതായത് ഈ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2013 ടു 2024 വരെ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ്. അതായത് ഇപ്പോൾ 2013 തിയേറ്ററിലൊക്കെ റിലീസായ ചിത്രങ്ങൾ ഇപ്പോൾ റീസെന്റ് OTT-യിൽ റിലീസായ മൂവീസ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 ക്രൈം ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2024 കന്നഡത്തിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സഡ് വിചാരണ നടയത്തിലെ. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പ്രണയിതാക്കൾ, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വിവാഹിതരാവുകയാണ്. അവർ രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. ശേഷം ഇവരെ കാണാതാവുകയാണ്, അതായത് മിസ്സാവുകയാണ്. അങ്ങനെ ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി നമ്മുടെ ഹീറോ പോലീസ് ഓഫീസർ രംഗത്ത് വരികയാണ്. അദ്ദേഹം ഈ ഒരു കേസ് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നതിന് ഇടയിൽ തന്നെ ഇവരുടെ മൃതദേഹം ബോഡി കണ്ടെത്തുകയാണ് ഒരിടത്ത് നിന്നും. ശേഷം ഈ ഒരു ക്രൈം ആരാണ് ചെയ്തതെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു കന്നഡത്തിലെ ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇപ്പോൾ അവരുടെ ആ ഒരു കുറച്ച് ഫ്ലാഷ് ബാക്കും അവരെങ്ങനെ ആ ഒരു വിവാഹത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ അവർ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള കാരണം എന്ത് എന്നൊക്കെ കാണിക്കുന്ന കുറച്ച് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെയാണ്. അതിൽ കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറായിട്ട് അനുഭവപ്പെട്ടുവെങ്കിൽ പോലും ഒരു അരമണിക്കൂറിന് ശേഷം നടക്കുന്ന കുറെ കാര്യങ്ങൾ തീർച്ചയായും ഈ ഒരു ചിത്രത്തിലേക്ക് നമ്മളെ ഇന്നാക്കുകയാണ്. അത് നമ്മളെ വളരെയധികം എൻഗേജിങ് ആക്കി കൊണ്ടുപോവുകയാണ്. അതായത് ചിത്രത്തിന്റെ ആദ്യം തന്നെ ഇവരുടെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന കുറച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ആയിരിക്കാം ഈ മർഡർ ചെയ്തതെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ ഹീറോ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ആ ആൾക്കാരല്ല, പിന്നെയും മറ്റു പലരിലേക്ക് ആ കേസ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. അവസാനം ഈ ഒരു 2.5 മണിക്കൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു എന്നറിയാതെ തന്നെ നമുക്ക് കണ്ടിരിക്കാനായിട്ട്, ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ചിത്രമാണ്. കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ ചിത്രം യൂട്യൂബിൽ അവൈലബിൾ ആണ്, തമിഴ് വേർഷൻ. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രമായിരുന്നു. ಜನನಿ ಇದೇ ಸ್ಟೇಷನಲ್ಲಿ ಕೆಲಸಕ್ಕೆ ಸೇರ್ಕೊಂಡಿದ್ದು ಸರ್. ನನ್ನ ಮಗ ಎಲ್ಲೇ ಹೋದ್ರೂ ನನಗೆ ಹೇಳೇ ಹೋಗ್ತಿದ್ದ. 2024 കന്നഡത്തിൽ തന്നെ ഒരു റിവെഞ്ച് ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റീവൈൻഡ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോയുടെ മകളെ ഒരു പാർക്കിൽ വെച്ച് മിസ്സിംഗ് ആവുകയാണ്, മകളെ കാണാതാവുകയാണ്. അങ്ങനെ ഒരു 3 മാസം പോലീസുകാരെല്ലാം കൂടെ ഈ ഒരു കുഞ്ഞിനെ അന്വേഷിക്കുന്നെങ്കിൽ പോലും കണ്ടെത്താനായി സാധിക്കുന്നില്ല. ഒടുവിൽ നമ്മുടെ ഹീറോ സ്വപ്നത്തിലൂടെ അവളെ കണ്ടെത്താനായി ശ്രമിക്കുകയാണ്. അതായത് സ്വപ്നത്തിലൂടെ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചില കാര്യങ്ങൾ, അന്ന് ആ പാർക്കിൽ സംഭവിച്ച ചില കാര്യങ്ങളിൽ അദ്ദേഹം കാണാനായി വിട്ടുപോയ ചില ഏടുകൾ ഇങ്ങനെ സ്വപ്നത്തിലൂടെ അദ്ദേഹം കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഒരു സ്വപ്നം ആ ഒരു മകൾ ഉള്ളിടത്ത് അയാളെ കൊണ്ട് എത്തിക്കുമോ എന്നൊക്കെ കാണിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു മൂവി തന്നെയാണ് റീവൈൻഡ് എന്ന ഈ ഒരു ചിത്രം. മേക്കിംഗ് ഒക്കെ വളരെയധികം ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് റീവൈൻഡ് എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ യൂട്യൂബിൽ ചിത്രത്തിന്റെ തമിഴ് വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ലിസ്റ്റിൽ 3ാമത്തെ ചിത്രമാണ്. 2024 തമിഴിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ദെൻ ചെന്നൈ എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഒരു റൗഡി അയാളുടെ ഗുണ്ടാ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ഒരു സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അയാളുടെ കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞൊരു സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അയാൾ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തി അങ്ങനെ മാന്യമായ രീതിയിൽ കഴിഞ്ഞു പോവുകയാണ്. ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ ഈ ഒരു ദേവരാജൻ എന്ന ആ ഒരു വ്യക്തിയുടെ റെസ്റ്റോറന്റ് ഒക്കെ അയാളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ഈ ഒരു മൂവിയിൽ മറ്റൊരു ട്രാക്ക് കൂടി കാണിക്കുന്നു. അതായത് ഈ അമിതമായി ഈ പെരുകുന്ന പണത്തിന്, ലീഗലായും അൺലീഗലായും അമിതമായി പെരുകുന്ന പണത്തിന് കാവലിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഏജൻസിയുടെ കഥ കൂടി കാണിക്കുകയാണ്. ഈ സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്നും പണം തട്ടിയെടുക്കാനായി ഒരു സംഘം ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഒരു സംഘവും ഈ ഒരു റെസ്റ്റോറന്റും തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത്. തീർത്തും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ദെൻ ചെന്നൈ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ടെൻകോട്ട പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ലിസ്റ്റിൽ 4ാമത്തെ ചിത്രമെന്നു. Of course, family business, but பணம் என்ன क्वेश्चन பண்ணாத. 2022 തമിഴിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ജാസ്പർ. ഇപ്പോൾ റീസെന്റ് ആണ് അത് OTT-യിൽ റിലീസ് ആയിട്ടുള്ളത്. ജാസ്പർ എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗാങ്സ്റ്ററിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതായത് ഒരു വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു അധോലോക നായകനാണ് ഈ ഒരു ജാസ്പർ. ഒരു നാൾ അയാളുടെ വീട്ടിലേക്ക് ഒരു ഫാമിലി താമസത്തിനായി വരികയാണ്. അതായത് ഒരു ബാങ്ക് മാനേജറും
അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുമായി ഈ ജാസ്പറിന്റെ വീട്ടിലേക്ക് താമസിച്ച് വരികയാണ്. ഒരു നാൾ നമ്മുടെ ബാങ്ക് മാനേജറായ അയാളെ ആരോ കിഡ്നാപ്പ് ചെയ്യുകയാണ്. തുടർന്ന് നമ്മുടെ ജാസ്പർ അയാളെ കണ്ടെത്താനായി നടത്തുന്ന കുറെ ശ്രമങ്ങളും അന്വേഷണങ്ങളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് ജാസ്പർ എന്ന ഈ ഒരു മൂവി. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ചിത്രം ലഭ്യമാണ്. ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രം എന്നു. ஒரு 100 கோடி நாங்க சொல்ற அக்கௌண்ட்டுக்கு ட்ரான்ஸ்ஃபர் பண்ணா போதும். மணி லாண்டரிங் பண்ண ட்ரை பண்ணிருக்காங்க. என் ஹஸ்பண்டை யாரோ கடத்திட்டு போயிட்டாங்க. 2013 തമിഴിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗവനം. ഇപ്പോൾ റീസെന്റ് OTT-ൽ റിലീസ് ആയിട്ടുള്ളത്. ഗവനം എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറായ ഒരാളുടെ ഭാര്യയെ ആരോ ഒരാൾ കൊലപ്പെടുത്തുകയാണ്. ആ ഒരു പോലീസ് ഓഫീസറിന്റെ മകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പോലീസ് ഓഫീസറാണ്, മകൾ ഒരു അഡ്വക്കേറ്റ് ആണ്. ഈ മകളുടെ ബോയ് ഫ്രണ്ട് അവരുടെ ഫാമിലിയെ വളരെയധികം മൃഗീയമായ രീതികളിൽ ത്രട്ടൺ ചെയ്യുകയാണ്. പക്ഷെ ഒരു പോലീസ് ഫാമിലിയായ അവർക്ക് ഇയാളെ ഒരു തരത്തിലും ഒന്നും ചെയ്യാനായി സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. ആ ഒരു ആളും ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊലപാതകവും ഒക്കെ തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഗവനം എന്ന ഈ ഒരു മൂവി. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ രാജ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയത് തമിഴിൽ കാണാൻ സാധിക്കുന്ന 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. മാത്രമല്ല ഈ ചിത്രങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.